ഹായ് ഓൾ, വെൽക്കം ടു SRK ട്രിപ്പിൾ ക്ലാസ്. നമ്മൾ പുതിയതായിട്ട് DC മെഷീൻ്റെ ഒരു ലെക്ചർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ DC മെഷീൻസിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ് കൺസ്ട്രക്ഷൻ മുതൽ ടൈപ്സ് ഓഫ് വൈൻഡിങ്സ് ആൻഡ് ആർമേച്ചർ റിയാക്ഷൻ ലൈക്ക് ദറ്റ് എവറിത്തിങ് വിൽ ബി നമ്മൾ ഈ ലെക്ചർ സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ലെക്ചർ എന്ന് പറയുന്നത് DC മെഷീൻ്റെ കൺസ്ട്രക്ഷൻസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം ആദ്യം കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ വളരെ പ്രധാനമായ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്ന പാർട്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റർ പാർട്ടും കാണും, റോട്ടർ പാർട്ടും കാണും. ഒരു മെഷീനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് രണ്ട് പാർട്സ് ആണുള്ളത്, സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. സോ നമുക്ക് നോക്കാം. ഒരു DC മെഷീനിലെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഫീൽഡ് സിസ്റ്റത്തിൽ തന്നെ യോക്ക് അഥവാ ഫ്രെയിം, പോൾ കോർ, പോൾ ഷൂ, മാഗ്നറ്റൈസിംഗ് കോയിൽസ്, ദെൻ ആർമേച്ചർ, കമ്മ്യൂട്ടേറ്റർ, ബ്രഷസ്. ഇങ്ങനെ 4 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു റൊട്ടേറ്റിംഗ് മെഷീൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് രണ്ട് പാർട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് റോട്ടർ പാർട്ട് എന്ന് പറയും, റോട്ടർ പാർട്ട് ആസ് വെൽ as സ്റ്റേറ്റർ പാർട്ട്. സ്റ്റേറ്റർ പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനറി പാർട്ട്, ഒരു DC മെഷീന്റെ സ്റ്റേഷനറി പാർട്ടിനെയാണ് നമ്മൾ സ്റ്റേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ റോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ റൊട്ടേറ്റിംഗ് പാർട്ട്, DC മെഷീനിന്റെ DC മെഷീനിൽ നിന്നല്ല, നമ്മളൊരു റൊട്ടേറ്റിംഗ് മെഷീനിന്റെ റൊട്ടേറ്റിംഗ് പാർട്ടിനെ റോട്ടർ എന്നും സ്റ്റേഷനറി പാർട്ടിനെ സ്റ്റേറ്റർ എന്ന് പറയും. അപ്പോ ഒരു DC മെഷീനെ സംബന്ധിച്ച് ഇവിടുത്തെ ഫീൽഡ് സിസ്റ്റം എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റേറ്ററും, നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റൊട്ടേറ്റിംഗ് പാർട്ട് അഥവാ റോട്ടർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഓരോ പാർട്സിന്റെയും ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ അപ്പൊ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ നമ്മൾ ആദ്യം നോക്കി ഈ ഒരു ഫിഗറിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ, ഫീൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞു. ഫീൽഡ് സിസ്റ്റത്തിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ഫ്രെയിം അല്ലെങ്കിൽ അഥവാ യോക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് പാർട്ട് അല്ലെ, ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും പുറത്തിരിക്കുന്ന പോർഷൻ. അത് കഴിഞ്ഞിട്ട് പോൾ കോർ, പിന്നെ പോൾ ഷൂ എന്ന് പറഞ്ഞു. പോൾ കോർ എന്ന് പറയുന്നത് നോക്കിയേ, നമ്മൾ ഈ പോൾ പ്ലേസ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ പോൾ കോർ എന്ന് പറയുന്നത്. പോൾ ഷൂ എന്ന് പറയുന്നത് അതിന്റെ ടിപ്പാണ്. പോളിന്റെ നമുക്ക് ആ ടിപ്പ് നമുക്ക് എന്താ പോൾ ഷൂസ് എന്ന് പറയാം. ഇതാണ് നമ്മുടെ പോൾ ഷൂ എന്ന് പറയുന്നത്. മാഗ്നറ്റൈസിംഗ് കോയിൽസ് എന്ന് പറയുന്നത് കോയിൽസ് ദറ്റ് വി യൂസ്ഡ്, അതായത് ഫീൽഡ് വൈൻഡിങ്സ്. നമുക്ക് നോക്കിയാൽ ഫീൽഡ് വൈൻഡിങ്സ്, ആ കോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോയിൽസിനെ നമുക്ക് എന്താ മാഗ്നറ്റൈസിംഗ് കോയിൽസ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഇത്രയും കാര്യം സ്റ്റേഷനറി പാർട്ട് എന്ന് പറഞ്ഞ പോലെ അടുത്ത നമുക്ക് എന്തോ റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ആർമേച്ചർ ആണ്. സോ ഇതാണ് നമ്മുടെ ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ വൈൻഡിങ്സ് വെച്ചിരിക്കുന്നത്, ഇതാണ് ആർമേച്ചർ വൈൻഡിങ്സ് എന്ന് പറയുന്നത്. ആർമേച്ചർ വൈൻഡിങ് മേ ബി എ സിംഗിൾ ലെയർ വൈൻഡിങ്, ഡബിൾ ലെയർ വൈൻഡിങ്, സോറി നോട്ട് എ സിംഗിൾ ലെയർ വൈൻഡിങ്, ഡബിൾ ലെയർ വൈൻഡിങ് ആയിരിക്കും. മോസ്റ്റ്ലി ഡബിൾ ലെയർ വൈൻഡിങ് ആയിരിക്കും. ദെൻ ലാപ്പ് വൈൻഡിങ് ആവാം, വേവ് വൈൻഡിങ് ആവാം. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം എന്ത് ടൈപ്സ് ഓഫ് ആർമേച്ചർ വൈൻഡിങ് ദാറ്റ് വി ആർ യൂസിങ് DC മെഷീൻ, ഡിസ്കസ് ലേറ്റർ. Okay, for time being, armature part is the rotating part of the DC machine. അപ്പൊ ആർമേച്ചറിന്റെ ഇത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വരുന്നത് എന്താ, നമ്മുടെ കമ്മ്യൂട്ടേറ്റർ ആണ്. സോ ഇതാണ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ്സ്. അപ്പം ഇതാണ് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കമ്മ്യൂട്ടർ 1, 2, 3, 4, 5, 6, 7 അങ്ങനെ ഇതാണ് കമ്മ്യൂട്ടർ സെഗ്മെന്റ്സ്. ഈ കമ്മ്യൂട്ടർ സെഗ്മെന്റ്സിലായിരിക്കും ഈ വൈൻഡിങ്സ് എല്ലാം കണക്ട് ചെയ്ത് സെന്റർ പാർട്ട് വിൽ ബി ദ ഷാഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് നമുക്ക് പറയുന്നത്. അപ്പൊ ഈ വൈൻഡിങ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വൈൻഡിങ് ഡയഗ്രാംസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ലേറ്റർ വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കിയാൽ ഒരു DC മെഷീൻ ആർമേച്ചർ വൈൻഡിങ് is placed on the rotor and the field windings are placed on the stator windings. Okay, അപ്പൊ ഫീൽഡ് വൈൻഡിങ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റൈസിംഗ് കോയിൽസ് are placed on the stator and the armature windings is placed on rotor. Right? Now, what is the purpose of the magnetizing coils? അല്ലെ, മാഗ്നറ്റൈസിംഗ് കോയിൽസിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റൈസിംഗ് കോയിൽസ് അഥവാ ഫീൽഡ് വൈൻഡിങ്സ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ അബൌട്ട് ദ പോൾ ആക്സിസ് ഓർ ഡയറക്റ്റ്. പോൾ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആക്സിസ് എന്ന് പറയും. ഡയറക്റ്റ് ആക്സിസ് മീൻസ് പോൾസിന്റെ കൂടെ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് ആക്സിസ് ഓഫ് പോൾ ആക്സിസ് എന്താണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സിസ് എന്താണ് ക്വാഡ്രേച്ചർ ആക്സിസ് എന്താണെന്ന് നോക്കാം നമുക്ക്. ടൈം ബി പോൾസിൽ പാസ് ചെയ്യുന്ന ആക്സിസിനെ നമുക്ക് എന്താ പറയാം, പോൾ ആക്സിസ് അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് സെന്റർ ആയിരിക്കും. നമ്മുടെ മെഷീന്റെ മാഗ്നറ്റിക് സെന്ററിനെയാണ് എന്താ പറയുന്നത്, ഡാറ്റ് ആക്സിസ് അല്ലെങ്കിൽ പോൾ ആക്സിസ് നമുക്ക് പറയാം. അപ്പം
യൂണിഫോംലി ഫ്ലക്സ് ഡിസ്ട്രിബ്യൂട്ട്. ഫോർ എക്സാമ്പിൾ, ഉണ്ടാകുന്ന ഫ്ലക്സ് ഈക്വലി നോർത്ത് പോളിലും സൗത്ത് പോളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫീൽഡ് വൈൻഡിങ്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫീൽഡ് സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ഫീൽഡ് സിസ്റ്റം, അപ്പൊ നിങ്ങൾക്ക് ഇതിങ്ങനെ കണ്ടു കാണും. ഇതാണ് നമ്മളൊരു മെഷീനിൽ ഔട്ട് ഓഫ് ഫ്രെയിം, സ്റ്റേറ്റ് ഫ്രെയിം, ആർമേച്ചർ വൈൻഡിങ്സ്, ഇത് എങ്ങനെയായിരിക്കും നമ്മളൊരു മെഷീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പൊ ഫീൽഡ് സിസ്റ്റത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒബ്ജക്ട് ഓഫ് ദ ഫീൽഡ് സിസ്റ്റം ഈസ് ടു ക്രിയേറ്റ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിത്തിൻ ദ ആർമേച്ചർ റൊട്ടേറ്റ്സ്. ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നതിനവിടെ യൂണിഫോം ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫീൽഡ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഫീൽഡ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ് മെയിൻ ആയിട്ട് 4 പാർട്സ് ആണ് ഉള്ളത്. ഒന്നാമത്തത് യോക്ക്, പോൾ കോർ, പോൾ ഷൂ, മാഗ്നറ്റൈസിംഗ് കോയിൽ, ഇങ്ങനെ 4 പാർട്സ് ആണ് ഉള്ളത്. അപ്പൊ അതിൽ യോക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യോക്ക് അഥവാ ഫ്രെയിം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റില്, അതായത് മെഷീന്റെ ഏറ്റവും പുറത്തുള്ള പോർഷനെയാണ് എന്താ ഫ്രെയിം അല്ലെങ്കിൽ യോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട്, അപ്പൊ ഫോർ എക്സാമ്പിൾ മെഷീൻ നമുക്ക് എവിടെയെങ്കിലും ഇടിക്കുകയോ അല്ലെങ്കിൽ താഴെ വീഴുകയോ ചെയ്യുകയാണെങ്കിൽ മെഷീനിൽ വൈൻഡിങ്സിൽ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ, പ്രിവെന്റ് ഫ്രം ദ മെക്കാനിക്കൽ ഇഞ്ചുറി, ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നതാണ് യോക്ക് അഥവാ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നമ്മൾ സിലിണ്ടറിക്കൽ ടൈപ്പ് യോക്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ സിലിണ്ടറിക്കൽ യോക്ക് ഇസ് യൂഷ്വലി യൂസ്ഡ് വിച്ച് ആക്ട് as എ ഫ്രെയിം ഓഫ് ദ മെഷീൻ ആൻഡ് ക്യാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പോൾസ്. പോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനെ എൻറ്റയർ മെഷീനിൽ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് യോക്കിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ യോക്ക് അങ്ങനെ ആവണമെങ്കിൽ യോക്ക് നമുക്ക് എന്താ തരുന്നത് വെച്ച് കഴിഞ്ഞാൽ, യോക്ക് പൊസസ് സഫീഷ്യന്റ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഹാവിംഗ് ഹൈ പെർമിബിലിറ്റി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യോക്ക് എന്താണ്, മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഹൈ പെർമിബിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി സാധാരണ ചെറിയ മെഷീൻസിൽ യോക്ക് എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. വലിയ മെഷീൻസിലൊക്കെ ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് പറഞ്ഞിരിക്കുക. സ്മോൾ മെഷീൻസിൽ കാസ്റ്റ് ഇസ് മേഡ് അപ്പ് ഓഫ് യോക്ക് ഇസ് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ, ആൻഡ് ലാർജ് മെഷീൻസ് യോക്ക് ഇസ് മേഡ് അപ്പ് ഓഫ് ഫാബ്രിക്കേറ്റഡ് സ്റ്റീൽ. നമ്മുടെ യോക്ക് കഴിഞ്ഞു. അപ്പൊ യോക്കിന് അടുത്തുള്ളതാണ് എന്തോ പോൾ കോർ എന്ന് പറയുന്നത്. അപ്പൊ പോൾ കോർ എന്ന് പറയുന്നത് എപ്പോഴും എന്താ, ഇറ്റ് ഇസ് എ സർക്കുലർ ക്രോസ് സെക്ഷൻ. അതായത് നമ്മുടെ ഒരു ഇത് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു, എന്തുമാത്രം എക്സൈറ്റിംഗ് കറണ്ട് ആണ് വേണ്ടത്, ആ എക്സൈറ്റിംഗ് കറണ്ട് ഈ വയേഴ്സിന്, ഇൻസുലേറ്റഡ് വയേഴ്സിൽ കൂടെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ് പോൾ കോറിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ പോൾ കോർ ഇറ്റ് ഇസ് യൂഷ്വലി ഓഫ് സർക്കുലർ ക്രോസ് സെക്ഷൻ ആൻഡ് ഇസ് യൂസ്ഡ് ടു ക്യാരി ദ കോയിൽസ് ഓഫ് ഇൻസുലേറ്റഡ് വയേഴ്സ് ക്യാരിങ് ദ എക്സൈറ്റിംഗ് കറണ്ട്. ഇനി പോൾ കോർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് കാസ്റ്റ് സ്റ്റീൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് പോൾ ഷൂ. പോൾ ഷൂയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പോൾ കോറിൽ യൂസ് ചെയ്യുന്ന ഫീൽഡ് കോയിലിന് ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ ആണ് പോൾ ഷൂ മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ആർമേച്ചർ പെരിഫറിയിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതും വേറൊരു ഫംഗ്ഷനാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ കൂടുതലായിരിക്കും വെക്കുന്നത്. ഇപ്പൊ ക്രോസ് സെക്ഷണൽ ഏരിയ കൂട്ടി വെക്കുന്നത് കാരണം നമുക്ക് എന്താ, റിലക്റ്റൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ദ പോൾ ഷൂ ആക്ട് as the path to the field coils and spreads out the flux over the armature periphery more uniformly, and also being of large cross section, it reduces the length of the magnetic path. അപ്പം റിലക്റ്റൻസ് കുറയാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഫ്ലക്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം റിലക്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് ദ ഇക്വേഷൻ L ഡിവൈഡഡ് ബൈ μ0 μr(a). അപ്പൊ ഇവിടെ നമുക്ക് എന്താ, റിലക്റ്റൻസ് എന്ന് പറയുന്നത്, അഥവാ റിലക്റ്റൻസ് നമുക്ക് ചില എസ് എന്നായിരിക്കും യൂസ് ചെയ്യുന്നത്. എനിവേ നമുക്ക് റിലക്റ്റൻസ് എഴുതാം. ഓക്കെ, റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. സോ ഇഫ് A is a higher value, the reluctance will be a smaller value. Okay, now next one is magnetizing coil. I hope it is clear. പോൾ ഷൂയുടെ കാര്യം ക്ലിയർ ആണ്. പോൾ ഷൂ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, യൂണിഫോംലി ഫ്ലക്സ് സ്പ്രെഡ് ഔട്ട് ചെയ്യുക ആർമേച്ചർ പെരിഫറിയിൽ, അതേപോലെ ചെയ്യുന്നത് ഡ്യൂ ടു ദ ലാർജ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് will be reduced. Okay, now next one, magnetizing coil. എന്താണ് മാഗ്നറ്റിക് കോയിലിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, the object of the magnetizing coils is to provide the various conditions of operations, a number of ampere turns of excitation required to give the proper flux through the armature
ടു ഇൻഡ്യൂസ് ദ ഡിസൈർഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ട വോൾട്ടേജ്, ആ ജനറേറ്റ് ചെയ്യാൻ വോൾട്ടേജിന് എന്തുമാത്രം MMF ആണ് അവിടെ വേണ്ടത്, ആ MMFന് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും നമുക്കിവിടെ ചെയ്യുന്നത്. റൈറ്റ്? ഇപ്പൊ MMF റിലക്റ്റൻസ് കുറയാണെന്നുണ്ടെങ്കിൽ MMF കൂടും. ഓക്കെ, MMF കൂടും. കാരണം MMF എന്ന് പറയുന്നതും ഫ്ലക്സ് എന്ന് പറയുന്നതും പ്രൊപ്പോർഷണൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പൊ എന്തുമാത്രം ഫ്ലക്സ് ഉണ്ടാവും അല്ലെങ്കിൽ എന്തുമാത്രം MMF ആണോ ഉള്ളത്, ആ MMFന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്ലക്സ് ഉണ്ടാവും. ആ ഫ്ലക്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്. അതാണ് മാഗ്നറ്റൈസിംഗ് കോയിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങളാകുമ്പോൾ സ്റ്റേറ്റർ പാർട്ട്, ഒരു DC മെഷീന്റെ സ്റ്റേറ്റർ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തിലേക്ക് വരുന്നത് ആർമേച്ചർ പാർട്ടിലേക്കാണ് വരുന്നത്. അപ്പൊ ആർമേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ദ ഫസ്റ്റ് തിങ്, ഇറ്റ്സ് ദ റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് ദ DC മെഷീൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് DC മെഷീനെ സംബന്ധിച്ച്, ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. സാധാരണ ആർമേച്ചർ എന്ന് പറയുന്നത് ഇൻ ദ ഷേപ്പ് ഓഫ് സിലിണ്ടറിക്കൽ ഓർ ഡ്രം ഷേപ്പ്. Then the purpose of the armature is to rotate the conductors in uniform magnetic field. വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. ആർമേച്ചറിന്റെ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, റൊട്ടേറ്റ് ദ കണ്ടക്ടേഴ്സ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ റൊട്ടേറ്റ് ചെയ്യുക. ദെൻ അപ്പം പർപ്പസ് വേറെയാണ്. പർപ്പസ് എന്ന് പറയുന്നത് ആർമേച്ചറിൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ കണ്ടക്ടേഴ്സ് റൊട്ടേറ്റ് ചെയ്യുക. ബട്ട് ദ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊവൈഡ് വെരി ലോ റിലക്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുക. Okay, to provide armature's most important function is to provide a path of very low reluctance of the magnetic flux. Now, ഈ armature core എന്ന് പറയുന്നത്, it is mainly the material, whatever maybe material we are using, it should be having high permeability. അപ്പൊ armature core is made from high permeability silicon steel stampings. Okay, silicon steel stampings ആയിരിക്കും സാധാരണ നമുക്ക് ഹൈ പെർമിയബിലിറ്റി മെറ്റീരിയൽ ആയിരിക്കും ആർമേച്ചർ കോറിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആർമേച്ചർ ഇത്രയും കാര്യം അറിഞ്ഞിരിക്കുക. ആർമേച്ചർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് പാർട്ട് ഓഫ് DC മെഷീൻ ഇൻ ദ ഷേപ്പ് ഓഫ് സിലിണ്ടറിക്കൽ ഷേപ്പ്. ദ പർപ്പസ് ഇസ് ടു റൊട്ടേറ്റ് ദ കണ്ടക്ടേഴ്സ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ഇസ് ടു റെഡ്യൂസ് ദ റിലക്റ്റൻസ്, അല്ലെങ്കിൽ പ്രൊവൈഡ് എ വെരി ലോ റിലക്റ്റൻസ് പാത്ത് ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ്. ഹൈ പെർമിയബിലിറ്റി സിലിക്കൺ സ്റ്റീൽ സ്റ്റാമ്പിങ്സ് ആർ ക്ലിയർ. നൗ ദ നെക്സ്റ്റ് തിങ്, അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് സ്വിച്ച്, ഒരു സ്വിച്ച് പോലെ ആക്ട് ചെയ്യും. കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് AC-നെ DC ആക്കും DC-നെ AC ആക്കും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു സ്വിച്ച് ആണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. അപ്പം ആർമേച്ചറിനും എക്സ്റ്റേണൽ സർക്യൂട്ടിനും ഇടയ്ക്കായിട്ട് ആയിരിക്കും ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂട്ടേറ്റർ ഇസ് എ ഫോം ഓഫ് റൊട്ടേറ്റിംഗ് സ്വിച്ച് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ആർമേച്ചർ ആൻഡ് ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് സോ അറേഞ്ച് ദാറ്റ് it will reverse the connections to the external circuits. ഇപ്പൊ മോട്ടർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇതനുസരിച്ച് ഈ കമ്മ്യൂട്ടേറ്റർ ഒരു സ്വിച്ചിങ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ കമ്മ്യൂട്ടേറ്ററിന് മെയിൻ ആയിട്ട് 3 ഫങ്ഷൻസ് ആണ് ഉള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഫങ്ഷൻസ്. അപ്പൊ ഇത് മാത്രമായിട്ട് വേണമെങ്കിലും എക്സാംസിന് ചോദിക്കാവുന്നതാണ്. അപ്പൊ കമ്മ്യൂട്ടേറ്ററിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് ആർമേച്ചർ കോയിൽ ആൻഡ് ദ സ്റ്റേഷനറി എക്സ്റ്റേണൽ ലോഡ് സർക്യൂട്ട്. അതായത് ആർമേച്ചർ കണ്ടക്ടേഴ്സും ലോഡും തമ്മിൽ ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുക കമ്മ്യൂട്ടേറ്റർ ചെയ്യും. അല്ലെങ്കിൽ തിരിച്ച്, ഡിപ്പെൻസ് upon വെദർ ജനറേറ്റർ അല്ലെങ്കിൽ മോട്ടർ അനുസരിച്ച് ഇറ്റ് പ്രൊവൈഡ്സ് ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് ആർമേച്ചർ കോയിൽ ആൻഡ് ദ സ്റ്റേഷനറി എക്സ്റ്റേണൽ സർക്യൂട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്സ് എ സ്വിച്ചിങ് ആക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ജനറേറ്റർ ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു AC-നെ DC ആക്കുകയും DC കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറാണ് വർക്ക് ചെയ്യുന്നത് DC-നെ AC ആക്കുകയും ചെയ്യും. അതാണ് ഇറ്റ് പെർഫോംസ് എ സ്വിച്ചിങ് ആക്ഷൻ. ആസ് ദ ആർമേച്ചർ റൊട്ടേറ്റ്സ് ഇറ്റ് പെർഫോംസ് എ സ്വിച്ചിങ് ആക്ഷൻ റിവേഴ്സിംഗ് ദ ഇലക്ട്രിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് ഈച്ച് ആർമേച്ചർ കോയിൽ. ഓക്കെ, അതുപോലെ നമുക്ക് വർക്കിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ആർമേച്ചർ ഒരു സ്വിച്ചിങ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ദെൻ മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഇറ്റ് കീപ്സ് ദ റോട്ടർ MMF, അല്ലെ, റോട്ടറിൽ ഉണ്ടാവുന്ന ആർമേച്ചർ MMF എന്ന് പറയുന്നത് കീപ് ആർമേച്ചർ MMF സ്റ്റേഷനറി ഇൻ സ്പേസ്. ഓക്കെ, ഇറ്റ് കീപ്സ് ദ റോട്ടർ ഓർ ആർമേച്ചർ MMF stationary in space. So these are the 3 important points regarding the commutator. It provides electrical connection between the rotating armature coils and stationary electrical circuit, external circuit. It provides a switching action. It keeps the armature MMF stationary in space. Okay. The last important thing is the brush. What is the function of brush? The function of the brush is to collect the current from the commutator and supply it to the external load circuit. ഓക്കെ, അപ്പൊ ഈ ബ്രഷ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്ററിലായിരിക്കും വെച്ചിരിക്കുന്നത്. കമ്മ്യൂട്ടേറ്ററിലായിരിക്കും ഈ ബ്രഷ് റെസ്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി റെക്ടാംഗുലർ ഷേപ്പിലുള്ള ബ്രഷസ് ആയിരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. സോ ദ ഫങ്ഷൻ ഓഫ് ബ്രഷ് ഇസ് ടു കളക്ട് ദ കറന്റ് ഫ്രം ദ കമ്മ്യൂട്ടേറ്റർ ആൻഡ് സപ്ലൈ ഇറ്റ് ടു ദി
എക്സ്റ്റേണൽ ലോഡ് സെറ്റ്. അപ്പം ബ്രഷ് നമ്മൾ ഒരു ബ്രഷ് ഹോൾഡറിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഈ ബ്രഷ് ഹോൾഡർ കമ്മ്യൂട്ടേറ്റർ ആയിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പൊ ബ്രഷസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്രാഫൈറ്റ് ഓർ കാർബൺ. ഗ്രാഫൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കാർബൺ കൊണ്ടോ ഉണ്ടാക്കാം. ചില കേസസിൽ കോപ്പർ ബ്രഷസ് ഉപയോഗിക്കാറുണ്ട്. Copper brushes are also employed only for machines designed for large currents and low voltage. In the case of large current applications, സാധാരണ കോപ്പർ ബ്രഷസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കേസിൽ ലാർജ് കറൻസിൽ കാർബൺ ബ്രഷുകളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തോ അതിന്റെ ലൈഫ് വളരെ കുറവായിരിക്കും. പെട്ടെന്ന് അത് ബ്രഷ് ഡിറ്റോറിയേറ്റ് ആയി പോകും. സോ കോപ്പർ ബ്രഷസ് ആർ കോമൺലി യൂസ് ഫോർ മെഷീൻസ് ഹാവിംഗ് ലാർജ് കറന്റ് ലോ വോൾട്ടേജ്. പിന്നെ ബ്രഷ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ദർ വിൽ ബി സം properties are there. So desirable properties of the brushes. What are the desirable properties of brushes? The first point, the material should have good electrical conductivity. So good electrical conductivity ഉള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം ബ്രഷ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. Then it has less coefficient friction. കാരണം എന്താ, ഇത് കമ്പ്യൂട്ടറിലാണ് വെച്ചിരിക്കുന്നത്. ഈ ബ്രഷ് കമ്പ്യൂട്ടറിലാണ് വെച്ചിരിക്കുന്നത്. സോ എവറി ടൈം റൊട്ടേറ്റിംഗ് ഇറ്റ് കോസസ് ഫ്രിക്ഷൻ, സ്പാർക്കിംഗ് ഉണ്ടാവും. ഈ ബ്രഷിന്റെ ഒരു കമ്പ്യൂട്ടർ സെഗ്മെന്റിൽ വേറെ കമ്പ്യൂട്ടർ സെഗ്മെന്റിൽ 3 ഇതിനാണ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇനി ഉള്ള വീഡിയോസിൽ നമ്മൾ കാണുന്ന എന്താണ് കമ്പ്യൂട്ടേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കും. സോ ഫോർ ദ ടൈം ബീയിങ് should understand that the function of brush is to collect the current from the commutator to the external load circuit and supply it to the external load circuit. Brush ആവണമെന്നുണ്ടെങ്കിൽ it should have good electrical conductivity and less coefficient of friction. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു DC മെഷീനിൽ ഇമ്പോർട്ടന്റ് പാർട്സ് ഐ റിപ്പീറ്റ്, റോട്ടർ പാർട്ട്, സ്റ്റേറ്റർ പാർട്ട് ഇസ് there, rotor part is there, commutator, brush. ഫീൽഡ് സിസ്റ്റത്തിൽ യോക്ക്, പോൾ കോർ, പോൾ ഷൂ ആൻഡ് മാഗ്നറ്റിക് കോയിൽ. ഇൻ ദ കേസ് ഓഫ് റോട്ടർ ആർമേച്ചർ ഉണ്ട്, പിന്നെ കമ്മ്യൂട്ടേറ്റർ ഉണ്ട്, അത് കഴിഞ്ഞ് ബ്രഷസ്. റൈറ്റ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ഗോട്ട് എനി ഡൗട്ട് പ്ലീസ് കമന്റ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Please comment if you have any queries. Thank you.